ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പോലെ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഒരു ഡെയിലി പ്രൊഡക്റ്റീവ് റൊട്ടീൻ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എല്ലാ ദിവസവും വിചാരിക്കും ഡെയിലി വ്ളോഗ് ഇടണം, പക്ഷേ നമ്മുടെ ലൈഫും നമ്മുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇടാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഈ 2024 ഇട്ടിട്ട് നമുക്ക് എല്ലാ വർഷവും ഓരോ റെസൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മളിത് ഒന്ന് ഫ്രഷായി വിളക്കൊക്കെ വെച്ച് ഒരാൾ കുറച്ച് പ്രസരം എന്നുള്ള രീതിയിൽ കുറച്ച് നേരം നടക്കാനൊക്കെ പോയി. അപ്പോഴത്തേക്കും ആദ്യക്കൂട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പനും മോനായിട്ടുള്ള കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ റെസൊല്യൂഷൻ എടുത്ത പോലെ തന്നെ നമ്മൾ 2024 തീരുമാനിച്ചൊരു കാര്യമാണ് കേട്ടോ. ആരെയും വിശ്വസിക്കില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഒരുപാട് പാഠങ്ങൾ നമ്മുടെ 2023 പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി പേര് കൂടെ നിന്നിട്ട് നമ്മൾ ചതിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അതിപ്പോൾ എൻ്റെ ഫാമിലിയിലാണെങ്കിലും ഏട്ടയുടെ ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് കുറേ കാര്യങ്ങളൊന്നും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ശരിക്കും എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരിടത്ത് നടി കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും വീണു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഒരുപാട് അധികാരമായിട്ട് സംസാരിച്ച് വെറുതെ കുളമാക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ആദ്യക്കിട്ടും പുറത്തിറങ്ങി നമ്മൾ നടക്കാൻ വിട്ടിട്ടുണ്ട്. അവൻ എപ്പോൾ പൂച്ചനെ കണ്ടാലും ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ വർഷം എടുത്ത മെയിൻ ഒരു തീരുമാനമാണ് കേട്ടോ, വണ്ണം കുറയ്ക്കുക എന്നുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം കൂടുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ച PCOD എന്നാണ് വിചാരിച്ചത്, പക്ഷേ PCOD തൈറോയിഡിൻ്റെ ഒന്നും അല്ല. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസ് വർക്കൗട്ട് ഒക്കെ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ആദ്യം എൻ്റെ പുറത്ത് വന്നിരിക്കാൻ കേട്ടോ. ഞാൻ എന്തോ ഡാൻസ് കളിക്കുക എന്നുള്ള ഒരു ഐഡിയയിലാണ് പുള്ളി വന്നിരിക്കണേ. പിന്നെ മെയിനായിട്ട് ഞാൻ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു ഡ്രിങ്കാണ് കേട്ടോ, നമ്മുടെ ലക്ഷ്മി കൃഷ്ണയുടെ വെയിറ്റ് ലോസ് പൗഡർ. എനിക്ക് പേഴ്സണലി അത്യാവശ്യം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇവരുടെ. കാരണം നമ്മളിവരുടെ ഹെയർ ഗമീസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഹെയർ ഫോളൊക്കെ കുറച്ച് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പാലിൽ 2 സ്പൂൺ പൊടി ഇട്ടിട്ട് കുറച്ച് തേനും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കുടിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മുടെ ഹെൽത്തിന് അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഇത്. മെയിനായിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മുതിര, കോട്ടൺ സീഡ്സ്, പീനട്ട്സ്, അതുപോലെ തന്നെ ഉലുവയൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. കുടിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, വേറെ ഫ്ലേവർ ഒന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്യത്തില്ല, എന്നാലും നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അവിടെ ആദ്യക്കൂട്ടനായിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വലിയ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റവന്യൂ അല്ലെങ്കിൽ സാലറി കയറുന്ന സമയത്ത് നമ്മൾ പോയിട്ട് ബൾക്കായിട്ടായിരിക്കും ഇവിടെ നമ്മൾ വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് വാങ്ങാൻ പോയിക്കുന്നത് നമ്മുടെ കയ്യിൽ എപ്പോഴും ക്യാഷ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ ക്യാഷ് സാലറി കയറുന്നതിനനുസരിച്ച് നമ്മൾ പോയിട്ട് വീട്ടിലോട്ടുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാറാണ് കേട്ടോ പതിവ്. ആദ്യം തന്നെ വിളക്ക് കത്തിക്കാനുള്ള വിളക്കെണ്ണ എണ്ണ കാര്യങ്ങളാണ് കൂടുതലായിട്ട് വാങ്ങുന്നത്. അപ്പം നമ്മൾ വെളിച്ചെണ്ണയുടെ യൂസ് നമ്മൾ ഇപ്രാവശ്യം മാക്സിമം കുറയ്ക്കാൻ കേട്ടോ. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണയുടെ യൂസ് നമ്മൾ നല്ല രീതിക്ക് കുറയ്ക്കേണ്ട കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഡയറ്റ് നോക്കാൻ വേണ്ടി കുറച്ച് നട്ട്സും ബദാമും മുന്തിരിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചിലത് ഓക്കെയാണ്, ചിലത് ക്വാളിറ്റി വൈസുള്ള വില വ്യത്യാസം ഉണ്ടാവുമല്ലോ. നല്ല ക്വാളിറ്റി ഉള്ളത് വരുമ്പോഴത്തേക്കും നല്ല വില കൂടുതലുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും ഒരു നീല കളറിൽ നല്ല ക്വാളിറ്റി ഉള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ വില എന്തോ കണ്ടിട്ട് എൻ്റെ തന്നെ കിളി മാറിപ്പോയി ഗൈസ്. കാരണം 100-200 എങ്ങാണ്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അനുസരിച്ചുള്ള വില എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മുടെ ആദ്യക്കൂടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എല്ലാ വട്ടവും ബൾക്കായിട്ട് വാങ്ങിച്ചു വെക്കൂട്ടോ. കാരണം നമ്മൾ പഞ്ഞ് വരുന്നാലും അവൻ പഞ്ഞ് ഇരിക്കണമല്ലോ എന്നുള്ള ഇതിൽ നമ്മൾ അവനായിട്ടുള്ള പാമ്പേഴ്സും പൊടിയും കാര്യങ്ങളൊക്കെ. പിന്നെ അവന് ഫോർമുല ഏതാ യൂസ് ചെയ്യുന്നതെന്ന് പിന്നെ എന്നോട് ഒരുപാട് ചോദിച്ചത്. നമ്മൾ യൂസ് ചെയ്യുന്ന അപ്റ്റമിൽ ഗോൾഡ് ആണ് കേട്ടോ. ശരിക്കും യൂസ് ചെയ്യേണ്ടത് ഇപ്പം സ്റ്റേജ് 3 ആണ്, പക്ഷേ ഞാനിപ്പോഴും സ്റ്റേജ് 2 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഏത് ഷോപ്പിൽ ചെന്നാലും എനിക്ക് കുറച്ച് വീക്ക്നെസ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇങ്ങനെ പാത്രങ്ങൾ കാണുമ്പോഴത്തേക്ക് ഞാൻ അറിയാണ്ട് പോയി പെറുക്കി പോകും ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഇരുമ്പിൻ്റെ ഒരു ടൈപ്പ് ബിരിയാണി പോട്ട് പോലത്തെ ഒരു 3 ടൈപ്പുള്ള പാത്രമായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് എടുത്തത് അവിടെ തന്നെ തിരിച്ചു വെപ്പിച്ചു. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഒരു ഗ്ലാസ് സെറ്റും കൂടെ എടുക്കാൻ നോക്കി പറഞ്ഞു, എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഞാനത് അവിടെ വെച്ചിട്ട് വീണ്ടും തിരിച്ച് ഞങ്ങൾ നടന്നു. പിന്നെ നമ്മൾ വീട്ടിലോട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൂടെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് സോപ്പ് പൊടി, നമ്മുടെ ലോഷനൊക്കെ പെട്ടെന്ന് തീരുന്ന സാധനങ്ങളാണല്ലോ. കാരണം ഇപ്പോൾ ആദ്യക്കൂട്ടം നടക്കാൻ തുടങ്ങിയ പിന്നെ അവൻ നിലത്ത് കിടന്നിട്ട് ഒത്തിരി ഉരുളും. അപ്പോൾ അതുകൊണ്ട് ലോഷനൊക്കെ ഇട്ടിട്ട് എപ്പോഴും ക്ലീൻ ആക്കി വെച്ചില്ലെങ്കിൽ ചെറുക്കൻ പെട്ടെന്ന് പനി പിടിക്കും. അതുകൊണ്ട് നമ്മളതെല്ലാം ആദ്യം തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഫ്രഷ് പച്ചക്കറി ഇവിടെ വരുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കുക്കുംബർ, തക്കാളി, പിന്നെ സവോളയൊക്കെ കുറേശ്ശെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് എത്ര കാലം നന്നായിട്ട് നോക്കുമെന്നറിയില്ല, പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ നല്ല കഠിനമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടാണ് പോകുന്നത്. കാരണം വെയിറ്റ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇനിയിപ്പോൾ വല്ല അസുഖം കൊണ്ടാണ് ഇങ്ങനെ വണ്ണം വെക്കുന്നതെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എന്തായാലും കാര്യമായിട്ട് എൻ്റെ ഡയറ്റ് നോക്കും. അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തു. കുറച്ച് തക്കാളിയൊക്കെ നല്ല ഫ്രഷാണ് കേട്ടോ. ആദ്യമൊക്കെ കുറച്ച് വയലൻ്റായി. പിന്നെ ഞാനൊരു പാക്കറ്റ് പൊട്ടറ്റോ ചിപ്സ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ടാണ് നടക്കണം, നിർത്താൻ പാടില്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോൾ സാധനം വാങ്ങാൻ പോലും മെയിനായിട്ട് വാങ്ങുന്നൊരു സാധനമാണ് കേട്ടോ നമ്മുടെ മിൽമയുടെ കട്ടിമൊരു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നെയ്യുടെ ടേസ്റ്റാണ്, ഓരോ പുളിയൊന്നുമില്ല. അപ്പോൾ ആദ്യമാണെങ്കിലും ചൂടുചോറിൽ ഒഴിച്ച് കൊടുക്കാനൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ അവിടെ മുളപ്പിച്ച പയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര റേറ്റ് കേട്ടോ. നമ്മൾ വീട്ടിൽ മേടിച്ച് വെള്ളത്തിലിട്ട് മുളപ്പിക്കണം തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മുടെ ബട്ടറിൻ്റെ ക്യൂബ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോൾട്ട് ഏതാണ് അൺസാൾട്ടഡ് ഏതാണെന്ന് ഒരാൾ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ബുദ്ധിമുട്ടുള്ളതാണ് കേട്ടോ അവിടെ. പിന്നെ ആദ്യക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ടൈം മാഗിയുടെ നൂഡിൽസ് ഉണ്ടാക്കി
കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു ചേച്ചി മാഗിയുടെ കൊടുക്കരുത്, അതിൽ മൈദ ഉണ്ട്, അതുകൊണ്ട് മാഗി കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാനത് അവിടെ ഫസ്റ്റ് ടൈം തന്നെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ സ്ലർപ്പ് ഫാമിൻ്റെയൊക്കെ മില്ലറ്റ് നൂഡിൽസ് നല്ലതെന്ന് പറഞ്ഞാൽ ഇതിൽ മൈദ ഇല്ല കേട്ടോ, മൈദ അല്ല ഫ്രൈഡ് അല്ല, അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇതാണ് കേട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം വീട്ടിലോട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു, കുറച്ച് ആട്ടപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞ് നമ്മളിത് ബില്ലടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ അടുത്ത് വീടിൻ്റെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ, അവിടത്തേക്കാണ് പോയത്. അപ്പോൾ നമ്മൾ കുറച്ച് കിച്ചൺ ടവൽസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടോ പോയത്. ഇവിടെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ, 9 രൂപയുള്ളൂ ഈ കിച്ചൺ ടവൽസിനൊക്കെ. പിന്നെ കുറച്ച് ടിന്നൊക്കെ നമ്മുടെ നട്ട്സും ബദാമൊക്കെ വാങ്ങിച്ചിട്ട് വെക്കാൻ വേണ്ടി കുറച്ച് ടിന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പോഴത്തേക്കും കുറച്ച് വയലൻ്റായി തുടങ്ങി. ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ, അപ്പം കുത്തനെ ഇങ്ങനെ സ്ലോപ്പാണ് കേട്ടോ. അപ്പോൾ അതിക്കൂടെ ആയിട്ട് തള്ളിക്കൊണ്ട് പോവാണ്. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും കുറച്ച് പണി മിച്ചുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. ഈയിടെയായിട്ട് ഇപ്പോൾ രാവിലെ എണീക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, അടുക്കള ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് രാവിലെ കയറാൻ തന്നെ ഒരു മടിയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം വീട്ടിലെ പണികളെല്ലാം ചെയ്ത് തീർത്തിട്ടായിരിക്കും കേട്ടോ രാത്രി കിടക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ കുറച്ചേരം ലേറ്റായിട്ട് എണീറ്റാലും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 2021 കുറേ നമ്മൾ സാധിക്കില്ല എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ഒരു കോൺഫിഡൻസോടെ ഇറങ്ങിയുകൊണ്ട് നമ്മുടെ ലൈഫിൽ സഹായിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. 2024 ഇനി ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിക്കാൻ കിടക്കുന്നുണ്ട്. നമ്മുടെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് ദൈവം തരും കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് ഓർത്തത് ആദ്യക്കൊണ്ടുള്ള പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് പോയിട്ട് പഴം വാങ്ങിച്ചത് ഞങ്ങളുടെ പയ്യാണ് കേട്ടോ, ദിനേശ് പയ്യ. നമ്മുടെ ഭയങ്കര ഫാനാണ്, നമ്മൾ ഭയങ്കര കാര്യമാണ് കേട്ടോ വിളിക്ക്. അപ്പം നമ്മൾ അവനുള്ള പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒരാൾ ഡയറ്റിൻ്റെ ഒക്കെ കാര്യം മറന്നിട്ടുണ്ട്, മാഗി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത് ഉണ്ടാക്കി കൊടുത്തേക്കാം, അത് വിചാരിച്ചു ഞാൻ മാഗി ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ 2 ക്യാരറ്റും 1 ക്യാപ്സിക്കും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നും ഉണ്ടാക്കുന്നേക്കാളും ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ രീതിയിലാണ് കേട്ടോ. അപ്പം 1 ക്യാരറ്റിൻ്റെ പകുതിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 1 ക്യാരറ്റിൻ്റെ പകുതിയും പിന്നെ ആ ക്യാപ്സിക്കത്തിൻ്റെ ഒരു 4/1 എടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ എടുത്തിട്ടാണ് ഞാൻ ജസ്റ്റ് നല്ല കുനുകുനാന്ന് അരിഞ്ഞിട്ട് നമ്മുടെ മാഗിയുടെ വെള്ളം വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് ഞാൻ ആദ്യം ഇതരിഞ്ഞിട്ട് അതാണ് ആദ്യമായിട്ട് വേവിക്കുന്നത്. പിന്നെ കുറേ നാളായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഞങ്ങളുടെ റിയൽ ലൈഫ് സ്റ്റോറി ഒരു ഷോർട്ട് ലോങ് ആയിട്ട് ഒരു സീരീസ് ആയിട്ട് ചെയ്താലോ എന്ന് കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് എല്ലാവർക്കും ബോറടിക്കത്തില്ല. അപ്പം അങ്ങനെ ബോറടിക്കില്ല, വ്ളോഗ് മതി എന്നുള്ളവരുന്ന് കമൻറ്റ് ചെയ്യുക, അതല്ല സീരീസ് വേണമെന്നുള്ളവരും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളിത് ക്യാപ്സിക്കും ആദ്യം ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാരറ്റ് ഞാൻ എടുത്തപ്പോഴത്തേക്കും ഒരുപാട് കൂടുതലായിട്ട് തോന്നി, കാരണം ചെറിയ പാക്കറ്റ് മാഗിയിലേ ഉള്ളൂ. അപ്പം ഞാൻ എടുത്തതിൻ്റെ വീണ്ടും ഒന്നും കൂടെ പകുതിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ഞാൻ അതെല്ലാം കൂട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും മാഗിയുടെ വെള്ളം അവിടെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത് എല്ലാം കൂടെ നമ്മൾ ഒരു കുഞ്ഞ് ബൗളിലോട്ടാക്കി എടുത്തിട്ട് വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് അതിനകത്തോട്ട് ഒന്ന് ഇട്ട് എടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ആദ്യം ഇതിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, മാഗി ഇട്ടൊന്ന് വെന്ത് സെറ്റായിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു പാക്കറ്റ് മസാല മാഗിയുടെ കവറിനകത്ത് പൊട്ടിക്കിടക്കുകയാണ് കേട്ടോ, പൊട്ടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പറ്റിയില്ല. പിന്നെ ഞാൻ ഇടുന്നത് ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഗിയുടെ ചിക്കൻ ക്യൂബിൻ്റെ പകുതി എടുത്തിട്ട് ഈ നൂഡിൽസിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ചിക്കൻ്റെ ഫ്ലേവർ വരികയും ചെയ്യും. പിന്നെ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉപ്പ് ചുവയ്ക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടില്ല. പിന്നെ ഒരു ചെറിയ ക്യൂബ് ബട്ടറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറി ഇട്ട സമയത്ത് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വീഡിയോ ഓൺ അല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ട് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവൻ പറ്റി കഴിഞ്ഞിട്ട് അതിനകത്തെ ആ എസൻസ് എല്ലാം അതിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ മാഗി മസാല അതിലോട്ട് ഇട്ടത്. മാഗി മസാല ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ടുള്ള സാധനം അതിനകത്തോട്ട് ഇടുന്നത്. അപ്പം ഓൾറെഡി ഒരു മസാല അതിൽ പൊട്ടി കിടക്കുന്നതുകൊണ്ട് തന്നെ കളർ വലിയ കാര്യമായിട്ടില്ല കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് ടൊമാറ്റോ സോസ് വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് അതിലോട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് വലിയ പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് സ്വീറ്റ് ആൻഡ് സോറാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് മെയിനായിട്ട് ഇടുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് ആ വെള്ളം ഫുള്ള് പറ്റുന്നതിന് മുന്നേ നമ്മൾ ഇടണം കേട്ടോ, നല്ല ആ ഒരു ഫ്ലേവർ അതിനകത്തോട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ ഒരു ചീസിൻ്റെ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ആ മാഗിയുടെ മണ്ടയ്ക്കോട്ടും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാഗി ഏകദേശം സെറ്റ് ആവും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, കാരണം നമ്മൾ ഈ പിസയൊക്കെ വലിക്കുമ്പോഴത്തേക്കുള്ള ഒരു ടെക്സ്ചറിൽ നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ തൊട്ടിട്ട് നമ്മുടെ ഡെയിലി പ്രൊഡക്റ്റീവ് റൊട്ടീനായിട്ട് ഡയറ്റ് വീഡിയോസൊക്കെ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടേക്ക് കെയർ.